സാർ നമസ്കാരം. നമസ്കാരം. CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് MA ബേബിയെ നേതൃത്വം തീരുമാനിച്ചിരിക്കുകയാണ്. മാധ്യമങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്ന എന്തെങ്കിലുമൊക്കെ ഘടകങ്ങൾ സാറിന് അറിയാവുന്നതായിട്ടുണ്ടോ? തീർച്ചയായും MA ബേബിയെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്നു. എന്നാൽ നമ്മൾ പലർക്കും അറിവില്ലാത്തൊരു കാര്യം, കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് വിദ്യാഭ്യാസ മന്ത്രിയാണ് MA ബേബി എന്നുള്ളതാണ്. അതായത് 1957-59 കാലഘട്ടത്തിൽ, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നിട്ടില്ല. അന്നത്തെ ഒന്നാം EMS സർക്കാരിൽ ജോസഫ് മുണ്ടശ്ശേരി മാസ്റ്ററായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം പാർട്ടി ചിഹ്നത്തിൽ വിജയിച്ച ആളല്ല, സ്വതന്ത്രനായിട്ട് വിജയിച്ച് CPM മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയാകുകയായിരുന്നു. അതിനുശേഷം CPM-നൊരു അപ്പോൾ CPM ഉണ്ടായിട്ടില്ല. അതിനുശേഷം 1964 പാർട്ടി പിളരുന്നത് വരെയോ 64 മുതൽ 2006 വരെ CPM പിറവി എടുത്തതിന് ശേഷമോ പല കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും CPM-ന്റെ പ്രതിനിധി ഒരിക്കലും വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടില്ല. അങ്ങനെ വരുമ്പോൾ 2006 ആദ്യമായിട്ടാണ് ഒരു പാർട്ടിക്കാരൻ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയാകുന്നത്. വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പുകളാണ് അന്നത്തെ VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ MA ബേബി കൈകാര്യം ചെയ്തത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കേരളം കണ്ട ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ VS അച്യുതാനന്ദൻ നേതൃത്വം നൽകിയ ആ മന്ത്രിസഭയായിരുന്നു. അത് അച്യുതാനന്ദൻ്റെ മഹത്വത്തിനപ്പുറം ഒരുപാട് പ്രഗത്ഭരായ നേതാക്കൾ, അന്നത്തെ താരതമ്യേന ചെറുപ്പക്കാരായ നേതാക്കളായിരുന്നു MA ബേബി, നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ, വിജയകുമാർ, S ശർമ്മ, അതുപോലെ തന്നെ മുതിർന്ന നേതാക്കൾ PK ഗുരുദാസൻ, പാലോളി മുഹമ്മദ് കുട്ടി, പിന്നെ TM തോമസ് ഐസക്, അങ്ങനെ ഒരുപാട് പ്രഗത്ഭരായ മന്ത്രിമാരുണ്ടായിരുന്ന CPM മന്ത്രിമാരുണ്ടായിരുന്ന ഒരു മന്ത്രിസഭയായിരുന്നു. ഇന്നത്തെ കൊല്ലം MP പ്രേമചന്ദ്രൻ അന്ന് ആ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. എന്നാൽ MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ ഇവിടുത്തെ സമുദായ നേതൃത്വങ്ങളുമായി ബന്ധപ്പെട്ടു. ഈ സമുദായ നേതൃത്വങ്ങളുടെ കീഴിലായിരുന്നു അന്ന് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്നും ഇന്നും ഉള്ളത്, പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായ നേതൃത്വത്തിൻ്റെ ഭാഗം. അവരുമായി വലിയ സംഘർഷമുണ്ടായി. ഒരു പരിധിവരെ വിമോചന സമരത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളത്തിലെ ക്രൈസ്തവ സഭയും തമ്മിൽ ഒരു ഫേസ് ഓഫ് എന്ന് പറയാവുന്ന ഏറ്റവും വലിയ ഫേസ് ഓഫ് ഉണ്ടായത് ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്താണ്. ബേബിയുടെ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിലുള്ള നിലപാടുകളാണ് ഇതിന് വഴിവെച്ചത്. അതിനു മുമ്പുണ്ടായിരുന്ന 2001-2006 കാലഘട്ടത്തിലെ AK ആന്റണി മന്ത്രിസഭയാണ് കേരളത്തിലെ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്നത്. അതൊരു 50-50 എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് 50% സീറ്റുകളിൽ ഫീസ് മേടിച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക, ബാക്കി 50% സീറ്റുകൾ എയ്ഡഡ് മേഖലയിലോ സർക്കാർ മേഖലയിലോ പോലെ സൗജന്യമായി പഠനം വിദ്യാർത്ഥികൾക്ക് അനുവദിക്കണമെന്നായിരുന്നു ധാരണ. എന്നാൽ കോളേജുകൾ അനുവദിച്ചതിന് ശേഷം മാനേജ്മെന്റുകൾ വാക്കാലുള്ള ഈ ധാരണയിൽ നിന്ന് പിന്മാറുകയും അതിനെ സംബന്ധിച്ച് കോൺഗ്രസുമായി ആന്റണിയുമായി തർക്കമുണ്ടാകുകയും ചെയ്തു. എന്നാൽ ആന്റണി എപ്പോഴും വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ച് അദ്ദേഹം ഒരു മൗനം പാലിക്കുകയും. എന്നാൽ ബേബി വിദ്യാഭ്യാസ മന്ത്രി ആയതിനു ശേഷം ഈ 50-50 കരാർ നടപ്പാക്കണമെന്ന് വാശി പിടിച്ചു. അങ്ങനെ ഒരു എഗ്രിമെന്റുമായി, ഒരു കരാറിൽ സർക്കാരുമായി ഏർപ്പെടുവാൻ തയ്യാറാവാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് NOC പുതുക്കി നൽകുവാൻ അദ്ദേഹം വിസമ്മതിച്ചു. പിന്നീട് പലപ്പോഴും കേസിനൊക്കെ പോയിട്ടാണ് കോളേജുകൾക്ക്, സ്വാശ്രയ കോളേജുകൾക്ക് അഫിലിയേഷൻ പുതുക്കാൻ സാധിച്ചിരുന്നു, കോടതി ഇടപെടലിൻ്റെ ഫലമായിട്ടാണ്. അവിടെയും പുതിയ കോഴ്സുകൾ പലപ്പോഴും അനുവദിച്ച് കിട്ടിയിരുന്നില്ല. അങ്ങനെ വലിയ സംഘർഷത്തിന് വഴിവെച്ചു. പിണറായി വിജയൻ പലപ്പോഴും ഈ സംഘർഷത്തിന് അയവ് വരുത്തുവാൻ ശ്രമിച്ചുവെങ്കിലും ബേബി വഴങ്ങിയില്ല. എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിണറായി പാർട്ടി സെക്രട്ടറി ആണെങ്കിലും ബേബിയും അതുപോലെ തന്നെ പാർട്ടിയിൽ ശക്തനായ ഒരു നേതാവായിരുന്നു. ഒരുപക്ഷെ VS-ന് ശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമെന്ന് വിലയിരുത്തപ്പെട്ടിരുന്ന ആ കാലഘട്ടത്തിൽ വിലയിരുത്തപ്പെട്ടിരുന്ന ഒരു നേതാവായിരുന്നു. എന്നാൽ ബേബി തുടർച്ചയായി ഉണ്ടാക്കിയ ഈ സംഘർഷങ്ങൾ ഒരു VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ ഒരു തുടർ ഭരണത്തിന് ഉള്ള എല്ലാ വഴികളും അടയ്ക്കുകയായിരുന്നു. നമ്മൾ നോക്കൂ, 72 സീറ്റുകളുടെ നേരിയ ഭൂരിപക്ഷത്തിലാണ് 2011 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുന്നത്. അപ്പോൾ ബേബിയും ക്രൈസ്തവ സഭകളും തമ്മിലുണ്ടായി സംഘർഷം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ വീണ്ടും അധികാരത്തിൽ വരുവാനുള്ളൊരു സാഹചര്യം, ആദ്യത്തെ ഭരണ തുടർച്ച ഉണ്ടാകുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. PJ ജോസഫൊക്കെ ആ ഘട്ടത്തിലാണ് ഇടതുമുന്നണി വിടുന്നത്. അവിടെയും നമ്മൾ മനസ്സിലാക്കണം, PJ ജോസഫ് സഭയോടടുത്ത് നിന്നൊരു നേതാവാണ്. അപ്പോൾ സഭയുമായുള്ള ഇടതുമുന്നണിയുടെ സംഘർഷങ്ങൾ കൂടി ഈ PJ ജോസഫിൻ്റെ മുന്നണി മാറ്റത്തിനും വഴിയൊരുക്കിയിട്ടുണ്ട് എന്ന് പോലും വിലയിരുത്തലുകളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ MA ബേബി
കേരളത്തിൽ കണ്ട ഏറ്റവും പരാജയപ്പെട്ട ഒരു വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ്, അല്ലെങ്കിൽ പരാജയപ്പെട്ട ഒരു മന്ത്രി കൂടിയാണ്. അതും നമ്മുടെ ഓർമ്മയിലിരിക്കേണ്ട. ഈ ബേബിയുടെ ഒരുപാട് വിജയകഥകൾ പറയുന്നതിനോടൊപ്പം നമ്മളൊരു പരാജയ കഥയങ്ങ് പറഞ്ഞു എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് MA ബേബി മൂലം CPM വീണ്ടും പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. അതായത് 2006-11 കാലഘട്ടത്തിൽ VS മന്ത്രിസഭയിൽ അംഗമായിരുന്നു NK പ്രേമചന്ദ്രൻ. അദ്ദേഹത്തിന് 2011 ചവറയിൽ ഷിബു ബേബി ജോണിനോട് പരാജയമുണ്ടായി. സ്വാഭാവികമായും RSP കൊല്ലം പാർലമെന്റ് സീറ്റ് ആഗ്രഹിച്ചിരുന്നു. അത് പ്രേമചന്ദ്രനെ ലോക്സഭയിലേക്ക് അയക്കുവാനാണ്. എന്നാൽ ബേബി അവിടെ തനിക്ക് സീറ്റ് വേണമെന്നൊരു പിടിവാശി ഉയർത്തും. അപ്പോൾ അന്നും ഞാൻ പറഞ്ഞില്ലേ, ബേബി ദുർബലനല്ല. പിണറായി പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ ബേബി ശക്തനാണ്. അപ്പോൾ അങ്ങനെ ഒരു ബേബിക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ CPM RSPയെ മുന്നണിയിൽ നിന്ന് പുറത്താക്കുന്നത്. അങ്ങനെ ബേബി 2014 കൊല്ലത്ത് നിന്ന് പാർലമെന്റിൽ മത്സരിക്കുകയും പ്രേമചന്ദ്രനോട് പരാജയപ്പെടുകയും ചെയ്തു. ഇവിടെ ആ ഘട്ടത്തിലാണ് പിണറായി വിജയൻ യഥാർത്ഥത്തിൽ MA ബേബിക്ക് വലിയൊരു പണി കൊടുക്കുന്നത്. കാരണം നമ്മളെല്ലാവരും ഇപ്പോഴും പിണറായി വിജയൻ ഒരു പൊതുവേദിയിൽ നടത്തിയ ഏറ്റവും നിന്ദ്യമായ പരാമർശങ്ങളിൽ ഒന്ന്, അദ്ദേഹം ഒരുപാട് നിന്ദ്യമായ പരാമർശങ്ങൾ നടത്തി, അതിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒന്നാണ് ഈ പരനാറി പ്രയോഗം. 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് MA ബേബിയുടെ പ്രചരണാർത്ഥം നടന്ന യോഗത്തിലാണ് പിണറായി ഈ പരനാറി പ്രയോഗം നടത്തുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ബേബിക്കുണ്ടായ ദയനീയ പരാജയത്തിന് ഒരു കാരണം പിണറായിയുടെ ഈ പരനാറി പ്രയോഗമാണ്. അതുകൊണ്ട് തന്നെ പലരും വിലയിരുത്തുന്നത് പിണറായി മനഃപൂർവ്വം ബേബിക്കിട്ടൊരു പണി കൊടുത്തതാണ്. അങ്ങനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ 2 വട്ടം MLA ആയി 1 വട്ടം മന്ത്രിയായെങ്കിലും ബേബി അപ്രസക്തനായി പോവുകയായിരുന്നു. ഈ അന്ന് കൊല്ലത്തുണ്ടായ പരാജയത്തോടു കൂടി MLA സ്ഥാനം, അന്ന് MLA ആയിരിക്കുന്ന MA ബേബിയാണ് കൊല്ലത്ത് മത്സരിക്കുന്നത്, MLA സ്ഥാനം കൂടി രാജിവെക്കുവാൻ ബേബി ശ്രമിച്ചിരുന്നു. പാർട്ടി അനുവദിച്ചില്ല. ഇല്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കും. അതും ഒരു പരിധിവരെ പിണറായിയുടെ ഈ പരനാറി പ്രയോഗത്തോടുള്ള ഒരു എതിർപ്പ് മൂലമാണ്. പിന്നീട് അദ്ദേഹം ആ ടേം തീരുന്നവരെ 16 വരെ MLA ആയി തുടർന്നു. അതിനുശേഷം അദ്ദേഹം പാർലമെന്ററി രംഗത്ത് മത്സര രംഗത്തുണ്ടായില്ല. പോളിറ്റ് ബ്യൂറോ, അദ്ദേഹം അവിടെയും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, വളരെ ചെറുപ്പത്തിൽ CPM കേന്ദ്ര കമ്മിറ്റിയിലെത്തിയ MA ബേബി എന്നാൽ 2012 തോന്നുന്നു പോളിറ്റ് ബ്യൂറോയിലെത്തും. അദ്ദേഹത്തിന്റെ ജൂനിയർ ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനൊക്കെ അതിനു മുമ്പ് പോളിറ്റ് ബ്യൂറോയിൽ അംഗമായിരുന്നു. പിന്നീട് 2014 പരാജയത്തിന് ശേഷം MLA ആണെങ്കിൽ കൂടിയും ബേബി ഡൽഹിയിലേക്ക് തട്ടകം മാറ്റുകയായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പരാജയപ്പെട്ട ഒരു നേതാവാണ് MA ബേബി. അല്ല, അങ്ങനെ ചിന്തിക്കുമ്പോൾ മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ആദ്യത്തെ അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ ഭരണത്തുടർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിച്ച വ്യക്തി, അതെ, അദ്ദേഹത്തിന് എത്രത്തോളം CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് ഈ ഇന്ത്യ ബ്ലോക്കിനെയൊക്കെ ഒന്ന് ഒന്നിച്ചു കൊണ്ടുവന്ന ഉത്തരവാദിത്വം കൂടി അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ് ഇപ്പോൾ. അതെ അതെ. ഈ ബേബിയെ സംബന്ധിച്ച്, MA ബേബിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അദ്ദേഹം ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ തടവറയിൽ ജീവിക്കുന്ന സത്യം. എപ്പോഴും പ്രത്യയശാസ്ത്ര വ്യാഖ്യാനങ്ങൾ, പാർട്ടി ബുദ്ധിജീവി എന്ന ലൈൻ സ്വീകരിക്കുന്ന ഒരാളാണ്. യെച്ചൂരിയെ പോലെ ഒരു സമവായത്തിന്റെ സ്വരം MA ബേബിക്ക് ഉണ്ടാവാനിടയില്ല. പിന്നെ അഖിലേന്ത്യാ തലത്തിലൊക്കെ ഈ കേരളത്തിൽ വകുപ്പ് പറയുന്ന പോലെ വകുപ്പ് പറയാൻ ഡൽഹിയിൽ CPM-ന് വലിയ സ്റ്റാൻഡ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് പോലും ബേബിയുടെ പ്രത്യയശാസ്ത്ര പിടിവാശികൾ CPM-നെ പുറത്താക്കിയേക്കാം. അതിനുള്ളൊരു സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ ഈ തമിഴ്നാട്ടിൽ വലിയ സമരം നടക്കുന്നുണ്ട്, CITU-ന്റെ തൊഴിൽ സമരം. അതിനോട് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഒരു നിഷേധാത്മക സമീപനമാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ബേബിയുടെ പ്രത്യയശാസ്ത്ര കടുംപിടുത്തങ്ങൾ DMK കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബന്ധത്തെ പോലും ബാധിക്കാനുള്ള സാഹചര്യം, അതൊരു വലിയ ഘടകമാണ്. പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു ടൈമിംഗ് ഉണ്ട്. MA ബേബി പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി ആകുന്നത്, പാർട്ടിയുടെ CPM-ന്റെ അഖിലേന്ത്യാ അധ്യക്ഷനാകുന്നത് പിണറായി വിജയൻ അത്ര ഗുണപരമായ ഒരു കാര്യമല്ല. കാരണം പിണറായിക്കൊപ്പം തലയെടുപ്പുള്ള നേതാവായിരുന്നു. ഒരു പരിധിവരെ അദ്ദേഹത്തെക്കാൾ ദേശീയ തലത്തിലൊക്കെ പ്രാമുഖ്യമുള്ള ഒരു നേതാവായിരുന്നു. എന്നാൽ പിണറായി വിജയൻ വെട്ടിനിരത്തി കേരളത്തിൽ നിന്ന് ഒഴിവാക്കിയ ഒരു നേതാവ്. ഗത്യന്തരമില്ലാതെയാണ് ബേബിയുടെ ഈ നിയമനത്തെ കേരള ഘടകം CPM, പിണറായിയുടെ നിയന്ത്രണത്തിലുള്ള CPM സമ്മതിച്ചു കൊടുക്കുന്നത്. പിണറായിക്ക് അവിടെ പ്രായത്തിന്റെ ഇളവ് പോളിറ്റ് ബ്യൂറോയിലൊക്കെ വേണമായിരുന്നു. അതുകൊണ്ട് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി. എന്നാൽ പിണറായി വിജയന്റെ ഒരു യുഗം അവസാനിക്കുന്ന ഘട്ടത്തിൽ MA ബേബി CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയി ഇരിക്കുക എന്നത് ഇവിടെ പിണറായി പക്ഷക്കാർക്കും
വളരെ നിർണായകമായ ഒരു കാര്യം. അത് ചെറിയ വെല്ലുവിളികളുണ്ട്. എന്തൊക്കെയാണ് വെല്ലുവിളികൾ? അതായത് 2026 CPM-ന് വലിയ പരാജയമുണ്ടായി. പാർട്ടിയിൽ സ്വാഭാവികമായും ചില തെറ്റുതിരുത്തലുകളും ചില നടപടികളും. അപ്പോൾ അവിടെ MA ബേബിക്ക് നിർണായകമായ റോൾ, പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസിന്റെ പ്രാധാന്യമൊക്കെ ബേബി അത്ര അംഗീകരിക്കണമെന്നില്ല. ഇനി അഥവാ ഒരു തുടർഭരണം ഉണ്ടായി എന്നിരിക്കട്ടെ, എങ്കിൽ പോലും ബേബിയുടെ ചില നോമിനികളൊക്കെ മന്ത്രിസഭയിൽ ഉണ്ടാകും. അവിടെയും മുഹമ്മദ് റിയാസിന് വെല്ലുവിളികളാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളാണ് കൂടുതൽ വിശദീകരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പറഞ്ഞു നിർത്താവുന്നത് MA ബേബി കേരള രാഷ്ട്രീയത്തിലെ ഒരു പരാജയപ്പെട്ട നേതാവായത് എങ്ങനെയാണെന്നാണ്. ആദ്യമായി ഒരു വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുവാൻ CPM-ന് അവസരം ലഭിച്ചപ്പോൾ അത് ഭംഗിയായി കുളമാക്കിയ നേതാവ് എന്ന് വേണമെങ്കിൽ ബേബിയെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഈ ചിന്തകളാണ് MA ബേബിയെ കുറിച്ച് എനിക്ക് പങ്കുവെക്കാനുള്ളത്. ഇത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നമുക്ക് അവസാനിപ്പിക്കാം. പ്രേക്ഷകർ കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.